ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വിഷു കഴിഞ്ഞ് പിറ്റേ ദിവസം കേട്ടോ, ഏപ്രിൽ 15 നീറ്റ് വരികയാണ് കേട്ടോ. മുഖമൊന്നും കഴുകിയിട്ടൊന്നുമില്ല. അപ്പോൾ ഫോൺ കുത്തിവെക്കാണ്ട്, അപ്പോൾ അതിന് മുമ്പേ വീഡിയോ എടുത്തിട്ട് വേഗം കുത്തിവെക്കാമെന്ന് വെച്ചാൽ ഇനി ഇവിടുത്തെ അങ്ങോട്ടുള്ള വീഡിയോയിലൊക്കെ കൂടിയത് ഈ അവസ്ഥയിലായിരിക്കും കേട്ടോ. സംഭവം പറ്റിപ്പോയത് മീൻസ് ഞാൻ പറഞ്ഞത് വേറെ, ചേച്ചി ചെയ്തത് വേറെ ആയിപ്പോയി. പിന്നെ ഏതായാലും വെട്ടാളത് വെട്ടി, വേറെ ഒന്നും ചെയ്യാല്ല. അതുകൊണ്ട് പിന്നെ ഇപ്പം എന്തായാലും വരുന്നത് വരെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഭംഗിയുണ്ടോയെന്ന് വെച്ചാൽ ഭംഗിയുണ്ട്, പക്ഷെ ഒറ്റയടിക്ക് ഇത്രയും അങ്ങോട്ട് പോയപ്പോഴേ ഒരു ഭയങ്കര മാറ്റം ഫീൽ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം. എന്നാലും കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും ഇന്ന് ആദ്യക്കൂട്ടന് സമ്മർ ക്യാമ്പ് തുടങ്ങുകയാണ്. എണീറ്റിട്ടില്ല. അപ്പോൾ ഞാൻ ചെറിയൊരു വ്ളോഗ് പോലെ എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്താവും, എത്രത്തോളം എടുക്കും എന്നൊന്നും അറിയില്ല. അവന് പ്രത്യേകിച്ച് അങ്ങനെ ടെൻഷനോ വികാരങ്ങളൊന്നുമില്ല. പോകണമെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. എൻ്റെ അവസ്ഥ എങ്ങനെയാവുമെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും നോക്കി വെക്കാം. കുറച്ച് കഴിഞ്ഞൊന്ന് നീപ്പിക്കുന്നതൊക്കെ ഒന്നും കാണിക്കാം. അതി കണ്ണാ നീക്ക പോണ്ടേ, സ്കൂളിൽ പോണ്ടേ? അമ്മ പറഞ്ഞില്ലേ രാവിലെ വിളിക്കുമ്പോ ഗുഡായിട്ട് നീക്കണമെന്ന്. നീക്കോ? വരൂ, വാവേ ആദി വാ, നീക്കാൻ എടുക്കട്ടെ. സമയായി, ഇല്ലെങ്കിൽ ലേറ്റ് ആവില്ലേ നമ്മള്. അമ്മയൊക്കെ നീറ്റു, ആരുമേമ്മ നീറ്റു, അമ്മമ്മ നീറ്റു, എല്ലാരും നീറ്റു. ഇനി ആദ്യക്കൂട്ടം മാത്രമേ നീക്കാള്ളൂ. നീക്കൂ കുഞ്ഞേ, ബാ വാവേ, ബാ അമ്മ എടുക്കാം. ബാ ബാ നീക്കി. നല്ല നമുക്ക് വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, കുളിക്കാനൊക്കെ പറ്റൂ. ഇല്ലെങ്കിൽ ആദ്യം മാത്രം ലേറ്റ് ആവും കേട്ടോ. വരൂ, വാ കുഞ്ഞേ. എന്തായാലും ഒന്ന് എടുക്കട്ടെ കേട്ടോ, എന്നിട്ട് മൂടൊക്കെ ശരിയായിട്ട് കാണിക്കാം. അങ്ങനെ ഗൈസ്, നമ്മുടെ കുഞ്ഞുമണി നീറ്റ് വന്നിരിക്കുകയാണ് അല്ലേ? പറ, എന്താ പറയാനുള്ളത്? എവിടെ പോവാ? എവിടെ പോവാ? പഞ്ഞോക്ക് എവിടെ പോവാ? പഞ്ഞെടുക്ക്. എവിടെ പോവാ? ഗുഡ്. പോരട്ടെ ഇങ്ങട്, പോടട്ടെ ഇങ്ങട്. റെഡ് വണ്ടി, റെഡ് മീൻ മതി. സ്കൂളിൽ പോകാനുള്ള കുട്ടിയാണ് ഈ ഇരിക്കണത്. ലാദി കളിയാക്കല്ലേന്നോ? കളിയാക്കിയൊന്നുമില്ല. അതവിടെ ഫുഡ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇതാ ബ്രഷ് ചെയ്യലൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഇനി കഴിക്കണം, കുളിക്കണം, ബാത്റൂമിൽ പോകണം, പരിപാടികളൊക്കെ ഉണ്ട്. ഇതാദ്യ ഫുഡ്. പിന്നെ സ്ഥിരം ദോശ, സാമ്പാർ. ഇതാണ് ആദ്യക്കൂട്ടിൻ്റെ ഭക്ഷണം കേട്ടോ. എന്നാ നീക്കൂ, വേഗം കഴിക്കുക. കണ്ണാ 2 ഫിഷിനെയും കൂടെ പിടിച്ചിട്ട് കഴിക്കണേ. അത് കിട്ടിയാലോ അതിനെ എടുക്കൂ. എവിടെ കണ്ടിട്ടുണ്ട് ഗൈസ്? അവിടെ ഒരു പീക്കോക്ക് ഡാൻസ് കളിക്കിട്ട് കേട്ടോ. അതാണ് ആദ്യം നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആ വീടിൻ്റെ ടെറസിൻ്റെ മുകളിലാണ്. കാണാണ്ടോ ഗൈസ്? അത്രയും ഹൈറ്റിലാണ് ആളുള്ളത് കേട്ടോ. കണ്ടോ, അവിടെ കുറേ നേരമായിട്ട് ഡാൻസിങ്ങിലാണ്. എന്താ ആദ്യം പീക്കോക്ക് ചെയ്യണേ? വാവ്, കണ്ടോ കണ്ടോ. ആദ്യം സ്കൂളിൽ പോവായതുകൊണ്ടാണോ പീക്കോക്ക് ഇങ്ങനെ കളിക്കുന്നത്? എങ്ങനെ ഉണ്ടാതി? സൂപ്പറാ. എന്നും അടങ്ങിയിരുന്ന് ഭക്ഷണം കഴിക്കണം. അതിനൊന്നും അതിസാഹസ്യമായിട്ട് ഭക്ഷണം കഴിപ്പിക്കാണ്. നടന്നും ഇരുന്നും കിടന്നൊക്കെ കഴിക്കണം. എന്തായാലും എന്തൊക്കെയോ കഴിക്കുന്നുണ്ട് ഇതല്ലേ. കുറച്ചൊക്കെ കഴിച്ചു. പിന്നെ ഇന്ന് നേരത്തെ, സാധാരണ ഇപ്പോൾ കുറേ ആയിട്ട് വൈകിയാണ് എണീക്കാറ്. അപ്പോൾ വൈകി ഭക്ഷണം കഴിച്ച് ഇപ്പം ഇന്ന് നേരത്തെ കഴിക്കുമ്പോൾ എന്തായാലും കഴിക്കാനുള്ളൊരു ടെൻഡൻസി ഇല്ലാത്തോ. ആരും കഴിക്കരുതെന്നൊക്കെ പറഞ്ഞ് കഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. സമയം 9 മണിയായി. 9:30 ഇറങ്ങണം. ഇന്ന് കുളിപ്പിക്കണം. അതി സെറ്റല്ലേ? എന്നാ എവിടെ പോവാ? സ്കൂളിലേക്ക്. സമ്മർ ക്യാമ്പ് തുടങ്ങാണോ? ബടാ അങ്ങോട്ട് വരും, വീഴണ്ട. സമ്മർ ക്യാമ്പിന് എന്തൊക്കെയാ ഉണ്ടാവുക? അപ്പൊ ഗൈസ്, ഞങ്ങളിതാ കുളിയൊക്കെ കഴിഞ്ഞ് ക്രീം തേക്കുകയാണ് കേട്ടോ അല്ലേ?
യെസ്, ഇപ്പൊ ഞങ്ങൾ ഡ്രസ്സ് മാറ്റി റെഡിയായി പോവും ഗൈസ്. നീ ഡ്രസ്സ് മാറ്റിട്ട് കാണാൻ പറയൂ. കാണാം. ബൈ ഗൈസ്. ഞങ്ങൾ പാന്റ് ഇട്ടു, ഞങ്ങൾ ടീഷർട്ട് എടുക്കാൻ പോകണം. ടീഷർട്ട് എടുത്തിട്ട് വരുന്നവരവിടെ സ്റ്റഡി ആയിട്ട് നിൽക്കണം. ഓക്കെ, റെഡി? ഓക്കെ ആണോ? ആദ്യം ഇങ്ങോട്ടാ പോണേ. ഇതാണ് ഞങ്ങൾ ടീഷർട്ട് കേട്ടോ. സ്ലീവ്ലെസ് ആണ്. മോൺസ്റ്റർ ട്രക്ക് ഒക്കെ ഉണ്ട്. അതാ അതാ. ഓ സോറി. ഞങ്ങള് വേറെ സാധനങ്ങളൊന്നും ഇടുന്നില്ല കേട്ടോ. സാധാരണ ആദ്യക്കൂടെ എവിടേക്കെങ്കിലും ഇറങ്ങുമ്പോൾ വാച്ചോ അല്ലെങ്കിൽ കണ്ണടയോ അങ്ങനെ തൊപ്പിയോ സാധനങ്ങളൊക്കെ എടുക്കാറുണ്ട്. തവണ ഒരു ഐറ്റംസും ഇല്ല. ഇനി അതൊക്കെ പറ്റുമോ ഇല്ലെന്നൊന്നും അറിയില്ല. അപ്പോൾ ഉണ്ടോ, ഞാൻ തോന്നുന്നുണ്ടോ, ഞങ്ങളെ കയ്യിലൊരു മുറി ഉണ്ട് ഗൈസ്. മുറി കാണിച്ചു കൊടുക്കൂ. കണ്ടോ ഇതെങ്ങനെ? അപ്പൊ ഇതാണ് ആദ്യത്തെ ഡ്രസ്. ഇനി ഒരു ചെരുപ്പ് ഇട്ട് മുടി ചീകിയാൽ ഞങ്ങൾ റെഡിയായി. എവിടേക്കാ പോണേ അമ്മേന്റെ സ്വത്ത്? എന്താ കണ്ണ ഡാഡി ചെയ്തരുന്നേ? ഡാഡി ഇതാ മുടിയൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കണേ. എന്റെ അച്ഛൻ്റെ ഡാഡി എന്നൊക്കെ പറഞ്ഞ് എന്താക്കും അവ രണ്ടും കൂടെ. അതാ അപ്പൊ എന്താ ചെയ്തിട്ടുണ്ടായ കാര്യം ഉണ്ടായേ? ഒന്നുകൂടെ ചെയ്ത് കൊടുക്കൂ. അത് കേട് വരുത്തരുതേ. ഡാഡി സെറ്റ് ചെയ്ത് തരാണ്. ലൈനൊക്കെ കാണണ്ട നമ്മുടെ. അപ്പൊ നമ്മൾ ഇറങ്ങാനായിട്ടോ ലതി. എല്ലാം റെഡിയായി. ആദ്യം സെറ്റ്. അങ്ങനെ നമ്മുടെ കഥാനായകൻ ഇറങ്ങിയിരിക്കുകയാണ്. എങ്ങോട്ടാ കണ്ണാ? പോവല്ലേ, നിക്ക്. വണ്ടിയിലല്ലേ പോണ്? ആള് നല്ല ആവേശത്തിലാണ്. എന്താവുക? അപ്പൊ ഗൈസ് ഇതാട്ടോ ഞാൻ റെഡിയായി. റെഡിയാവാനൊന്നുമില്ല. അമ്മ ആരതി ഉണ്ട്, ഇതേ ആദിക്കുട്ടൻ, ഇതാ ടുട്ടുമണി, എല്ലാം റെഡി ഉണ്ട്. അപ്പൊ ഇനി കയറട്ടെ കേട്ടോ. അപ്പൊ ഗൈസ് നമ്മള് സ്കൂളിൽ പോവാണ്. അല്ലേ? എന്താവോ അധികണ്ണ? ആണോ അതി? ഇങ്ങോട്ടായിട്ട് പോവോ? ടീച്ചറോട് ചോദിക്കണം കേട്ടോ. ചെല്ലുമ്പോഴേ കണ്ണട എവിടെയാ ചോദിക്കണം കേട്ടോ. ഓക്കെ, എന്നാ ബൈ. അങ്ങനെ നമ്മുടെ ആദ്യം സ്കൂളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴാണ് ആശാൻ ചോദിക്കണേ എല്ലാവരും പോവോ, എന്നോട് ഒറ്റയ്ക്ക് ആക്കുമോ എന്നൊക്കെ ചോദിക്കണ്ട. എന്താവും അറിയില്ല. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് ഗൈസ്. ഇതിനകത്താണ് കേട്ടോ അവർ എൻട്രൻസ്, കുറച്ച് ഉള്ളിലേക്കായിട്ടാണ് കേട്ടോ. ചേർക്കാൻ വരുന്ന സമയത്ത് വന്നു. പ്രീ കെ ജി ഇപ്പൊ ചേർത്തു. കണ്ണാ എന്താ ഇവിടെ പരിപാടി കണ്ണാ? ഇതാണ് ആദ്യത്തെ ക്ലാസ് റൂം കേട്ടോ. എന്തൊക്കെ ഉണ്ട്? സ്ലൈഡർ, ഫുൾ ഇവരിവിടെ ക്ലീൻ ചെയ്ത് പിയാനോ, ഗിറ്റാർ, എന്തൊക്കെയോ സാധനങ്ങളുണ്ട് കേട്ടോ. കുറേ ബുക്സ്. അതുകൂട്ടൻ വന്ന പാടെ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പോകുമ്പോൾ എന്താവും എന്നറിയില്ല. ഇവിടെ എല്ലാവരും എത്തണേ ഉള്ളൂ. നമ്മൾ കുറച്ച് നേരത്തെ എത്തി. കാരണം റോഡൊക്കെ ക്ലീൻ ആക്കിയോണ്ടേ വലിയ കുഴപ്പമില്ല. ഹായ് സെറ്റ്. ആദ്യം സെറ്റാണ് ഗൈസ്. ഇനി എന്താവെന്ന് അറിയില്ല. ഇതാണ് ക്ലാസ് റൂം ഗൈസ്. ഞങ്ങൾ പോന്നു. അതിപ്പൊന്നും പ്രത്യേകിച്ച് ഒരു വികാരമല്ല. ബായ് പറഞ്ഞ് വിട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് നിൽക്കണോ നിൽക്കണ്ടേ എന്നുള്ള കൺഫ്യൂഷനിലാണ്. എന്തായാലും ഞങ്ങളിങ്ങനെ ഇവിടെ ആരുവിൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ ആകുമ്പോൾ വിളിച്ചാലും അടുത്താണ്. വീട്ടിൽ പോയി കഴിഞ്ഞാൽ വരുമ്പോഴേക്കും 10-20 മിനിറ്റ് കഴിയും. സായുജ്യത്തേക്ക് പോയാൽ എന്തായാലും അരമണിക്കൂറിലേറെ എടുക്കും വരാൻ. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇവിടെ മേലാറ്റൂർ നിൽക്കാമെന്ന് വിചാരിച്ചു. നിന്ന് കുറച്ച് നേരം. എന്താ പറയാനുള്ളത്? 8 മണിക്കാണെങ്കിൽ ഇവിടെ നിന്ന് പോകണമെന്നുണ്ട്. പോവാനും എനിക്ക് നല്ല സങ്കടമുണ്ട് ഗൈസ്. പക്ഷെ ഞങ്ങൾക്ക് അറിയണില്ലാന്നേ ഉള്ളൂ. പക്ഷെ ആദ്യമൊരു സങ്കടമില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം.
എന്താ അർജീവ് എനിക്ക് പറയാനുള്ളത്? ഇല്ല, അമ്മയ്ക്ക് എന്താ പറയാനുള്ളമ്മ? അമ്മയ്ക്ക് ആർക്കും ഒന്നും പറയാനില്ല, എനിക്കൊന്നും പറയാനൊന്നുമില്ല. ചിക്കല്ല സങ്കടം ഉണ്ട്. ഏട്ടൻ എന്തെങ്കിലും പറയണ്ടോ? ചിക്കി കരച്ചിൽ വരില്ല ഗൈസ്. ഞാൻ വിചാരിച്ചു ഞാൻ ആദ്യം അവിടെ ആക്കിയിട്ട് പോരുമ്പോ ഞാൻ കരയുന്നു. പക്ഷെ കെട്ടിപ്പിടിച്ച് കരയണമെങ്കിൽ ഒന്ന് നിന്ന് തരണ്ടേ. ഒറ്റ പൊക്ക് പോയി ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ ബായ്. അതിന്റെ ഒരു സങ്കടം കൊണ്ട് ഞങ്ങൾക്ക് അറിയില്ല. എൻ്റെ ഒരു അത് എനിക്ക് നല്ല സങ്കടം ഗൈസ്. ആദ്യമായിട്ടാണ് ഒരു സ്ഥലത്ത് അവിടെയും 2 വീട്ടിലും ആക്കിയിട്ട് പോകുന്നല്ലാതെ വേറെ എവിടെ ആക്കാറില്ലല്ലോ അങ്ങനെ. എന്തായാലും കുറച്ച് സമയം കൂടെ ഉള്ളൂ. ഇപ്പോൾ ഏറെക്കുറെ 10:15 കഴിഞ്ഞു. 1 മണി വരെയാണ്. ഒരു 12:45 ആകുമ്പോഴേക്കും നമുക്ക് അങ്ങോട്ട് പോവാം അല്ലേ? കുറച്ച് സമയം നമ്മളെന്തായാലും അതുവരെ ഇവിടെ ആരുടെയും വീട്ടിൽ ഇവിടെ അടുത്താണ്. ഇവിടെ 5 മിനിറ്റേ ഉള്ളൂ അങ്ങോട്ട്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇവിടെ ഇരിക്കട്ടെ കുറച്ച് നേരം. ഇനി വല്ല വീഡിയോ ഒക്കെ അവിടെ നിന്ന് അവരെടുത്തൊരു ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് സമ്മർ ക്യാമ്പിൻ്റെ. അപ്പോൾ അതിൽ വല്ല വീഡിയോ ഒക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. അല്ലെങ്കിൽ ഇനി അവിടെ ചെന്നിട്ട് കാണാം. നോക്കൂ, കുട്ടീനെ സ്കൂൾ വീട്ടിൽ പണിക്ക് പോവാതിരിക്കുന്ന അച്ഛനും അമ്മയും അല്ലേ? ഞങ്ങൾക്ക് എന്തോ ഉള്ളിലൊരു അതാണ് അത്ര. ഏട്ടൻ എന്താണ് ഉള്ളിൽ? ഏട്ടനൊരു പരപരപ്പാണ്. ഏട്ടാ എന്നാ ജോലിയില്ല? പറയൂ, ജോലിയില്ലേ? ഞാനൊന്ന് ലീവാണ് ഗീസ്. 11:30 ആവാനായി ഗീസ്. 12:30 പോയോക്കല്ലേ? ഒരു 1 മണിക്കൂർ കൂടെ. ആ ശരി. അപ്പൊ ഗൈസ് നമ്മളിത് കൊണ്ടുവരാൻ എത്തിയാണ് കേട്ടോ. അങ്ങനെ ഇരുന്ന് ഞങ്ങൾ 12:58 ആക്കി. 55 ആയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. നീ പോയോക്കല്ലേ? പോയോക്കട്ടെ കേട്ടോ. അമ്മമ്മണ്ട്. ശങ്കര ഫസ്റ്റ് ഡേ ആയിട്ട് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. നാളെ വരണേ? അവന് ഈ ഡോർ ക്ലോസ് ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് എന്നോട് പറയണേ, നിന്റെ ഡോർ അടക്കിയത് പൂട്ടി ഇടരുത് കേട്ടോ. അവൻ ഈ ക്ലാസ്സിലാണ് ക്ലാസ് നടക്കുന്നത്. അവിടെ ഇരിക്കില്ല, അവൻ അവിടെ ഇരിക്കണം. എന്നിട്ട് ഇങ്ങോട്ട് വന്നിട്ട് നീ എന്നെ പൂട്ടിയെടുത്തിട്ട് എന്നെ പൂട്ടിയെടുത്തിട്ടാ ഒറ്റയ്ക്ക് എങ്ങനെയാ ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റുമോ? മോൺസ്റ്റർ വരില്ലേ? ബാഗ് എവിടെ എടുത്തിട്ട് വരും? അതൊക്കെ ബേബി നാളെ മാം ഇവിടെ മാത്രം ഇരുത്തും. അപ്പൊ മോൺസ്റ്റർ വന്ന് കൊണ്ടുപോകും. മോൺസ്റ്റർ വന്ന് കൊണ്ടുപോകും. എവിടെ ചേച്ചിട്ടുണ്ടോ? ട്രക്കൊന്നും ഇല്ല. ബാഗ് പിടിച്ചിട്ട് വാ. ഉടുപ്പ് എടുക്കൂ. കുഞ്ഞെ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം? നാളെ വരണ്ടേ? നീ നാളെ വരണം. നീ ഡെയിലി സ്കൂളിൽ കയറണം. ഓക്കെ? അപ്പൊ ഗൈസ് അങ്ങനെ ഞങ്ങളിതാ വീട്ടിലെത്തിട്ടോ. അത് ആദിക്കുട്ടനുണ്ട്. ആദിക്കുട്ടൻ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം സ്കൂളിൽ? അടിപൊളിയായിരുന്നു. എന്താ അവിടെ നിന്ന് കിട്ടിയേ? മിഡ് മോർണിംഗ് സ്നാക്കായിട്ട് വാട്ടർമെലനൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കഴിച്ചു എന്നാണ് പറഞ്ഞത്. പിന്നെ എന്നാ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് അങ്ങനെ അവരെ കൂടെ അങ്ങനെ കളിക്കാനൊന്നും അങ്ങനെ നിന്നില്ല എന്ന് പറഞ്ഞു. അവന് അപ്പുറത്ത് അവരുടെ പ്രീ KG ക്ലാസ്സിൽ, ആ ക്ലാസ്സിൽ മാത്രമേ ഇരിക്കുള്ളൂ. ഇവർക്ക് ശരിക്കും സമ്മർ ക്യാമ്പ് നടക്കുന്ന വേറൊരു ക്ലാസ്സിലാണ്. അവിടേക്ക് പോവുകയില്ല. അപ്പോൾ AC ഇട്ടുന്നത് ആ ക്ലാസ്സിലാണ്. അപ്പോൾ ഈ ഡോർ ക്ലോസ് ചെയ്യാന്ന് വെച്ചാൽ അതിനൊന്നും സമ്മതിക്കില്ല. എന്നെ പൂട്ടിയിടല്ലേ എന്നൊക്കെ പറഞ്ഞു മിസ്സ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചോദിക്കും, ഇത്ര അമ്മ എന്താ വരാത്തത്? കരഞ്ഞതൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ എൻ്റെ അച്ഛനെയും അമ്മേനെയും വിളിച്ചു തരണം എന്നൊക്കെ പറഞ്ഞു. എന്തായാലും ആദ്യം ഞങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞു നീ അങ്ങോട്ട് വരില്ല എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ ഇവിടെ എത്തി ചോദിച്ചപ്പോൾ നാളെ പോകണം അടിപൊളിയാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും അത്രയൊക്കെയുള്ള വീഡിയോ. കൈസ് ടെൻഷൻ അടിച്ചൊരു വഴിക്കായത് ഞങ്ങളാണ്. എന്താണെന്നറിയില്ല, ഒരു ബുദ്ധിമുട്ട്.
കരച്ചിൽ വരുന്നുണ്ടോ ചോദിച്ചാൽ കരച്ചിൽ വരുന്നില്ല, എന്നാൽ സങ്കടം ഉണ്ടോ ചോദിച്ചാൽ ഭയങ്കര എന്തൊക്കെയോ ഒരു മനസ്സിലൊക്കെ ഒരു വിങ്ങല്. അപ്പം ഇനി നാളെയും കൂടെ ഞാൻ ലീവാണ്. പിന്നെ അത് കഴിഞ്ഞ് മൺഡേ ടു ഫ്രൈഡേ ആണ് സമ്മർ ക്യാമ്പുള്ളത്, ശനി ഞായറും ലീവാണ്. അപ്പം അങ്ങനെയൊക്കെയാണ്. ആശാൻ അവിടുത്തെ അന്തരീക്ഷമൊക്കെ ഇഷ്ടമായിരുന്നു. പക്ഷേ അവർ പറയുന്ന പോലെ ഇങ്ങനെ അടങ്ങിയിരിക്കാനും ഫസ്റ്റ് ഡേ അല്ലേ, അംഗൻവാടിയിലും പോയി പരിചയമല്ലല്ലോ. അപ്പം എന്താ വെച്ചാൽ ഇപ്പം ഇങ്ങനെ ഇരുന്ന് അവൻ്റെ ഇഷ്ടത്തിന് അങ്ങനെ നടക്കും. അതല്ലാതെ അവർ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യാനൊന്നും അങ്ങനെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് അങ്ങനെ. പിന്നെ അവിടെയുള്ള കുട്ടികൾ കാരണം ഓൾറെഡി അവിടെ പ്രീ കെ ജിയിൽ ഉണ്ടായിരുന്ന കുട്ടികളും ഇനിയിപ്പോൾ LKGക്ക് ആവാനുള്ള കുട്ടികളൊക്കെയാണ്. അപ്പോൾ അവർക്ക് ഓൾറെഡി അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയമുള്ള കുട്ടികളാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് സംഭവം. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.